ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ റിച്ച് ആയിട്ട് മാറണമെങ്കിൽ നിർബന്ധമായും ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു ഹാബിറ്റാണ് ബഡ്ജറ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ്, എത്രത്തോളം എക്സ്പെൻസ് പോകുന്നുണ്ട്, അല്ലേ, കപ്പൽ മുങ്ങിക്കൊണ്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മുങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളെ ട്രാക്ക് ചെയ്യണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ മൂവ്മെൻറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. സോ അതിന് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്, എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് എൻ്റെ ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എക്സൽ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് എക്സൽ. സോ എക്സലിൽ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് ലഭിക്കുന്ന ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് അതിനെ അലോക്കേറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്, 50:30:20 കിട്ടുന്ന ഇൻകത്തെ അലോക്കേറ്റ് ചെയ്യുന്നൊരു രീതി. സോ ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇൻകത്തെ അതുപോലെ തന്നെ എക്സ്പെൻസിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. ഇതാണ് എക്സൽ ഷീറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, കിട്ടുന്ന ഇൻകത്തെ 50:30:20 ഞാൻ അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഓൾറെഡി കിടക്കുന്നതൊരു ഡെമോ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഇൻകത്തെ ഈ രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലൈഫിലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളിതൊക്കെ ചെയ്താൽ ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും, ടോട്ടൽ എത്രയാണോ നിങ്ങളുടെ ഇൻകമെങ്കിൽ അതിൽ 50% നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് നിർബന്ധമായും യൂസ് ചെയ്യണം. എത്രയാണോ നിങ്ങളുടെ ഇൻകമെങ്കിൽ അതിൽ 50% നീഡ്സിന്, 20% ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ദെൻ 30% വൺസ്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ഇൻകം അതിനെ ഈ രീതിയിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇൻകം, ഞാനൊരു എക്സാമ്പിൾ ഇടാം. ഒരു സാധാരണ നമുക്ക് ലഭിക്കുന്ന ഇപ്പോൾ സാലറി എന്ന് പറയുന്നത് നമുക്ക് 40,000 rupees ആണെന്ന് വയ്ക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഒരു അല്ലെങ്കിൽ ഒരു ഡമ്മി ഫിഗർ ഇടാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്കിപ്പോൾ ഒരു 20,000 rupees കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ, ദെൻ ഇപ്പോൾ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ രീതിയിൽ എനിക്കിപ്പോൾ ഒരു 70,000 ആണ്, ജസ്റ്റ് ഒരു ഡമ്മി ഫിഗറാണ് കേട്ടോ, 70,000 ആണ്. അപ്പോൾ എൻ്റെ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് 1 lakh വേണമെങ്കിൽ ഒരു ഇപ്പോൾ 30 അല്ലേ, അപ്പോൾ നമുക്കിവിടെ ഒരു 70 ഇടാം, 1 lakh. അപ്പോൾ കണ്ടോ, എൻ്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ നമ്മൾ ഈ 1 lakhiനെയാണ് കേട്ടോ, കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മളിവിടെ മാറുന്നതനുസരിച്ച് മുകളിലും മാറും. അപ്പോൾ ഈ 1 lakh നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ 50,000 മാറ്റി വയ്ക്കാം, നീഡ്സിന് വേണ്ടിയിട്ട്. ദെൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് 20%, വൺസിന് 30%, ഇങ്ങനെയാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇട്ടിരിക്കുന്ന ഫിഗർ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അപ്പുറത്ത് കയറി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇൻകം 1 lakh ആണ്. നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻകം ഇത്രയാണ് വരുന്നത്. ദെൻ നീഡ്സ്, ഇപ്പോൾ നമ്മൾ ഓവർ സ്പെൻഡ് ആണെങ്കിൽ അവിടെ കാണിക്കും കണ്ടോ, നീഡ്സിലോട്ടാണ് പോകുന്നത്. എന്താണ് നിങ്ങളുടെ നീഡ്സ് ആയിട്ട് വരുന്നത്? ഇപ്പോൾ നിങ്ങൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോർട്ട്ഗേജ്, വീട് ലോൺ എടുത്തിട്ടാണ് പണിയണമെങ്കിൽ അതിന് മോർട്ട്ഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള സംഭവമല്ലേ. നിങ്ങളുടെ മോർട്ട്ഗേജ് ഫോർ എക്സാമ്പിൾ 20,000 rupees, പലർക്കും നമ്മൾ 15 ഇടാം, 15,000 അല്ലെങ്കിൽ 20,000 ഒക്കെയാണ് ചില ആൾക്കാരുടെ മോർട്ട്ഗേജ് എന്ന് പറയണത് അടയ്ക്കുന്നത്. അപ്പോൾ 15,000 രൂപ നമ്മുടെ മോർട്ട്ഗേജ് ഉണ്ട്. ദെൻ ഗ്രോസറി, ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ നീഡ്സിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഗ്രോസറി, ഫുഡ്, പച്ചക്കറി മേടിക്കണം, അത് ഇതിനൊക്കെ കൂടിയിട്ട് നമുക്കൊരു വേണമെങ്കിൽ ഒരു എന്തായാലും നല്ല എമൗണ്ടൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എന്നാലും ഞാനൊരു 10,000 ഇടാം, നിങ്ങൾക്ക് എത്രയാണ് വരണമെങ്കിൽ നിങ്ങളത്. ദെൻ ഇൻഷുറൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്, ഹെൽത്ത് ഉണ്ടാവും, അതിനൊക്കെ കൂടിയിട്ടുള്ളൊരു എമൗണ്ട് 2,000. ദെൻ കാറ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാം. ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനിപ്പോൾ ഒരു 2,000 രൂപ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് 2,000 രൂപ കാണിക്കാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പെട്രോൾ അടിക്കണം അല്ല, അതിനൊക്കെ വേണ്ടിയിട്ട് എമൗണ്ട് വേണം, അതിനിപ്പോൾ 2,000 രൂപ ആയി നിൽക്കുക.
ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ടു സ്പെൻഡ് ഇത്രയാണ് കേട്ടോ. കണ്ടോ, നമ്മൾ സ്പെൻഡ് ചെയ്യണനുസരിച്ച് കാണിക്കും. ഫോൺ ബില്ല് ഒരു എമൗണ്ട് വരുന്നുണ്ട്. ഫോൺ ബില്ല്, ഇൻ്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, മിസ്ലേനീസ്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെയാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇനി നമുക്ക് 6,943% ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഡെറ്റ് പേയ്മെൻറ്റ്സ് വേറെ ഒരു എമൗണ്ട് ഉണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ ഒരു 4,000. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം വരുന്ന എക്സ്പെൻസസ് ഇവിടെ കാണിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് അവൈലബിൾ ടു സ്പെൻഡ് ഇവിടെ കാണിക്കും. 3,000 ഉള്ളൂ. നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ എയിം. ഓക്കെ, ഇപ്പോൾ 3,000 ഉണ്ട്. ഇനി ഇപ്പോൾ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, എമർജൻസി ഫണ്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുള്ളതാണ്. നിങ്ങൾ ജോലിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മുതൽ 6 മാസം വരെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ട ഫണ്ടാണ് എമർജൻസി ഫണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായ എമൗണ്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ 4,000 രൂപ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മാസം മാറ്റി വയ്ക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിലേക്ക് ഇപ്പം നമുക്ക് ഒരു 4,000 മാറ്റി വെച്ചു. റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഞാനൊരു ഡമ്മിയുടെ 4,000 മാറ്റി വെച്ചു. ലെഫ്റ്റ് അലോക്കേറ്റ് ഇത്രയുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടോ, ഇത്ര എമൗണ്ട് ഇനിയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യണം. അപ്പം ഇതിൽ ലെഫ്റ്റ് അലോക്കേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ് 20% നിങ്ങൾ ചെയ്തിരിക്കണം. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ എക്സ്ട്രാ ഡെറ്റ് പേയ്മെൻറ്റ്സ് എന്തെങ്കിലും നമുക്ക് കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത്രത്തോളം നമ്മുടെ കുറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലോ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഇപ്പോൾ ഈ 8,000 നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ 7,000 ഇപ്പോൾ ഇതിലേക്ക് മാറ്റി. അപ്പോൾ ലെഫ്റ്റ് അലോക്കേറ്റ് ഇത്ര വന്നു. അപ്പോൾ 20% നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. ഇനി നമ്മുടെ വാൺസ്, വാൺസ്, ക്ലോത്തിങ്, ഡ്രസ്സ് എടുക്കണം 5,000 രൂപ. ഈറ്റിംഗ് ഔട്ട്, പുറത്തേക്ക്, ഇതൊക്കെ നമ്മുടെ ബേസിക്കായിട്ട് വേണ്ടതാണ്. 5,000 രൂപ. ട്രാവൽ 1,000 രൂപയ്ക്കൊന്നും നിൽക്കില്ല. പേഴ്സണൽ കെയർ, മുടി വെട്ടണം, അല്ലെ ഫേഷ്യൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു 2,000. സബ്സ്ക്രിപ്ഷൻസ് ഒരുപാടുണ്ട്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് 2,000 ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് പിരിവ് 1,000 നിൽക്കുന്നൊന്നുമില്ല അല്ലേ. കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് മിസ്ലേനീസ്. അപ്പോൾ വാൻസിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വരുന്ന ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനെ കാണിക്കണം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്ര എമൗണ്ട് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റിങ്. ട്രാക്ക് ചെയ്യാണ് നമ്മൾ. നമുക്ക് വരുന്ന അല്ലെ ഓരോ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇത്രയുള്ളോ. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ 1 lakh rupees ആണ് എന്തുള്ള ഇൻകമുള്ള. കണ്ടോ, ഇൻകമുള്ളത് 1 lakh. അതിൽ 50% ഒരു മാസം നമുക്ക് നീഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിലിപ്പോൾ നമ്മൾ 47% എത്തി. ഇനി 3,000 ആണ് വരുന്നത് ബാലൻസ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് 15% നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ളൂ. 5,000 കൂടി നിങ്ങൾ നിർബന്ധമായും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കണം. വാൺസിൽ 23% ചെയ്തിട്ടുള്ളൂ. നമുക്കിനി 7,000 rupees കൂടിയും ഉണ്ട്. അപ്പോൾ യു ഹാവ് അലോക്കേറ്റഡ് ഓൾ ഓഫ് യുവർ ഇൻകം. 15,000 ഇനിയും ബാക്കിയുണ്ട്, അത് ചെയ്തിരിക്കണം. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കണ്ടോ, 47 ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഇൻകത്തിൻ്റെയും എക്സ്പെൻസസിൻ്റെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് അലോക്കേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താ, നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ കപ്പലിൻ്റെ പോക്ക്. ഇത് ഒരു ഐഡിയ ഇല്ലാണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പലരും ജീവിതത്തിൻ്റെ പോക്ക് ശരിയല്ല, കടം കൂടുന്നു. കടം ഒരു ദിവസം ഉണ്ടാകുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊന്നും ട്രാക്ക് ചെയ്യാണ്ട് പോകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെയും എക്സ്പെൻസസിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പറ്റിയിട്ടും ഒരു വ്യക്തത ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്തിനും വ്യക്തത ഉണ്ടാവണമെങ്കിൽ ന്യൂമറിക്കലായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പോൾ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പരിപാടി ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത്ര എമൗണ്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ
ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കിട്ടുന്ന എമൗണ്ടിൽ ഫസ്റ്റ് ഇപ്പം നീഡ്സ് എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വേണ്ടത് 20% നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക, ബാക്കിയുള്ളത് വെച്ച് കളിക്കുക. ബട്ട് ഈ പറയുന്ന നീഡ്സ് എന്ന് പറയുന്നത് ബേസിക് ആണ്. അത് റെന്റ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ മോർഗേജ് കൊടുക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗ്രോസറി, ഫുഡ് കഴിക്കണം, ഇൻഷുറൻസ്, ഇതൊക്കെ ഇതിൽ പറയണ ഒക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതും വേണം. നമുക്ക് ആ കൂടിയിട്ടൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത് വാൺസിലാണ്. മനസ്സിലായോ? ഇപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ എല്ലാ മാസം എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈറ്റിംഗ് ഔട്ടിന് ജസ്റ്റ് ഒന്ന് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. ഓക്കെ, ബട്ട് ഇതും വേണമല്ലോ, ലൈഫിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബഡ്ജറ്റിനെ ട്രാക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ബഡ്ജറ്റിനെ ട്രാക്ക് ചെയ്യുന്നത്, അങ്ങനെ ട്രാക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താ ഗുണം, നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിർബന്ധമായും എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങൾ തന്നെ പറയാമെന്നുള്ളൂ. ഇത് ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട്. നമുക്ക് ആദ്യം ഒരു ബോറായിട്ട് തോന്നും, ഇതെന്തത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സ് ഇതൊരു ട്രഡീഷണൽ ലൈനല്ല, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ട് കുറച്ച് കഴിയുമ്പോഴാണ്, ഇപ്പോൾ ഒരു 4 to 6 months ഒക്കെ കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ചേഞ്ച് ഫിനാൻഷ്യൽ. ഫസ്റ്റ് മന്ത് എങ്ങനെയായിരുന്നു, ഓരോ മാസം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ടല്ലോ, നമുക്ക് ഹ്യൂജ് ചേഞ്ച് വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കവിടെ മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ ഈ ഏരിയയിൽ ശ്രദ്ധിക്കണം. ഓരോ മാസം കഴിയുമ്പോൾ നമുക്ക് റെക്ടിഫൈ ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള പേഴ്സണൽ ഫിനാൻസ് ടിപ്സ്, പേഴ്സണൽ ഫിനാൻസ് സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ ആഴ്ചയും ഈ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.